കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയതിന് കൃത്യമായി രണ്ട് തലത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് പിണറായി വിജയൻ്റെ ദുർഭരണത്തോട് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന എതിർപ്പായിരുന്നു. പിണറായി വിജയൻ്റെ മാത്രമല്ല CPM-ൻ്റെയും CPM നേതാക്കളുടെയും ഏകാധിപത്യ ശൈലിയോടും ധാർഷ്ട്യം നിറഞ്ഞ സമീപനങ്ങളോടും അവർ നടത്തിയ കൊടിയ അഴിമതികളോടും പിൻവാതിൽ നിയമനങ്ങളോടുമെല്ലാം ജനങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിന് ഒരു മുന്നോട്ട് പോക്കില്ല എന്ന് കൃത്യമായി തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ UDF-ന് വേണ്ടി വോട്ട് ചെയ്തത്. മറുഭാഗത്ത് മറ്റൊരു തലത്തിൽ VD സതീശൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പുതുയുഗ പിറവി എന്ന വാഗ്ദാനം ജനങ്ങൾ അന്ധമായി വിശ്വസിക്കുകയും ചെയ്തു. UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കൃത്യമായ ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ്. ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ ഉള്ള ഇച്ഛാശക്തി പുതിയ സർക്കാരിന് UDF സർക്കാരിന് ഉണ്ടാകുമെന്നും ജനങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അകമഴിഞ്ഞ പിന്തുണയാണ് അധികാരത്തിലേറി ഒരു മാസം പിന്നിടുമ്പോൾ UDF സർക്കാരിന് VD സതീശൻ സർക്കാരിന് ജനങ്ങൾ നൽകിപ്പോരുന്നത്. VD സതീശൻ സർക്കാരിൻ്റെ ജനപ്രിയമായിട്ടുള്ള തീരുമാനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതിനൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില പോരായ്മകളെ അവർ കാര്യമാക്കാതെ അവഗണിക്കുന്നതിനുള്ള കാരണവും മറ്റൊന്നല്ല. എന്നാൽ അധികാരത്തിലേറി ഒരു മാസത്തിനിടയിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ജാഗ്രത കുറവുകൾ പല ഘട്ടത്തിലും UDF സർക്കാരിൽ UDF മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നും ഈ ഘട്ടത്തിൽ നാം ഓർമ്മിക്കേണ്ടതാണ്. ഇതിലൊന്നാമത്തെ ജാഗ്രത കുറവ് എന്ന് പറയുന്നത് വൈദ്യുതി മന്ത്രി കൂടിയായിട്ടുള്ള KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നടത്തിയ നിയമനമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ പ്രാദേശികമായി വലിയ അംഗീകാരമുള്ള ഒരു വ്യക്തിത്വത്തെ തന്നെയാണ് സണ്ണി ജോസഫ് തൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. എന്നാൽ അതിൽ ജാഗ്രത കുറവുണ്ട് എന്ന് ഒരു ആരോപണം ഉയർന്നു വരുവാനുള്ള കാരണം അതൊരു ബന്ധു നിയമനം കൂടിയായി മാറി എന്നതിനാലാണ്. സണ്ണി ജോസഫിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയാണ് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിട്ടിരുന്ന വ്യക്തിയാണ് സണ്ണി ജോസഫ് തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന തന്ത്രപ്രധാനമായിട്ടുള്ള പദവിയിലേക്ക് നിയമിച്ചത്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും ആനുകൂല്യങ്ങളും സ്റ്റേറ്റ് കാറും അടക്കം ലഭിക്കുന്ന, അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനവും അടക്കം ലഭിക്കുന്ന ഈ പദവിയിലേക്ക് കോൺഗ്രസിൻ്റെ KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള വൈദ്യുതി മന്ത്രി ബന്ധു നിയമനം നടത്തിയെന്ന നിലയിൽ ഈ തീരുമാനം വിമർശിക്കപ്പെടുകയും സണ്ണി ജോസഫിൻ്റെ സഹോദരി ഭർത്താവ് വിവാദമായതോടുകൂടി ഈ പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ നിയമനത്തെ തുടർന്ന് ഉണ്ടായി വന്നിട്ടുള്ള വിവാദമെന്ന് പറയുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വേണ്ടി ഹാജരാകുവാനുള്ള തസ്തികയാണ് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്. എന്നാൽ ഈ പദവിയിലേക്ക് പുതിയ സർക്കാർ നിയമിച്ചത് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് വേണ്ടി ഇതേ സ്വർണ്ണക്കൊള്ള കേസിൽ ഹാജരായിട്ടുള്ള അഭിഭാഷകനെയാണെന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള ഒരു തെറ്റാണ്. ഇത് വിവാദമായതോടുകൂടി വാർത്താ ചാനലുകളിൽ വാർത്തയായതോടുകൂടി ഈ നിയമനം നടത്തിയ വ്യക്തിയിൽ നിന്ന് രാജി ചോദിച്ചു വാങ്ങുവാൻ സർക്കാർ തയ്യാറായി. എന്നിരുന്നാലും രാജിവെച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇത് സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. സർക്കാരിന് പല ഘട്ടത്തിലും ജാഗ്രത കുറവ് സംഭവിക്കുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് കാരണം പാർട്ടിയുടെ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാത്തത് കൊണ്ടാണെന്നും ചില ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് KPCC എന്ന നിലയിൽ, പാർട്ടി എന്ന നിലയിൽ ഭരണത്തിൽ ഇടപെടുവാനും ഭരണത്തിൽ തിരുത്തലുകൾ വരുത്തുവാനുമുള്ള ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിനില്ല. കാരണം KPCC അധ്യക്ഷനായ സണ്ണി ജോസഫും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഈ മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. ഈ പദവികളിലേക്ക് പുതിയ ആളുകളെ നിയമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി DCC അധ്യക്ഷന്മാർ MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ആ ജില്ലകളിലെ സംഘടനാ പ്രവർത്തനത്തിലും പോരായ്മകളുണ്ട് എന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. ഈ ആക്ഷേപങ്ങൾക്കിടെ ഇതിലും ഏറ്റവും ഗൗരവതരമായ മറ്റൊരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അങ്കമാലി MLA-യും ഇപ്പോൾ മന്ത്രിയുമായിട്ടുള്ള റോജി M. ജോണിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിവാദം ഉയർന്നു വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീവ്രമായിട്ടുള്ള വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന, മറ്റു മതങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന നിലപാടുള്ള നേതാക്കളെയും പ്രസ്ഥാനങ്ങളെയും പ്രീണിപ്പിച്ചതിൻ്റെ ഫലം കൂടിയാണ് CPM-നുണ്ടായിട്ടുള്ള ഈ കനത്ത പരാജയം. ഇത്തരത്തിൽ സമാന നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതര മതസ്ഥരോട് അവർക്ക് അസഹിഷ്ണുതയുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഭൗതിക രൂപമാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം സെക്കുലർ ചിന്താഗതിക്കാർ കേരളത്തിലുണ്ട്. ആ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ തേടിയെങ്കിൽ കൂടിയും സർക്കാർ രൂപീകരണത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരുവിധ ഭാഗഭാഗിത്വവും ഉണ്ടാവില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്.
എന്നാൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ വക്താക്കളായി ചില അവതാരങ്ങൾ ഇടം പിടിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് റോജി എം ജോൺ എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ നിയമനത്തിനെതിരെ ആദ്യമായി ആക്ഷേപമുന്നയിച്ചുകൊണ്ട് പാർട്ടിക്ക് പരാതി നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയാണ്. റോജി എം ജോൺ എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ 1.5 ലക്ഷത്തോളം രൂപ ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയിൽ ഇപ്പോൾ നിയമിതനായിരിക്കുന്ന വ്യക്തി ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവാണെന്നും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ സജീവ പ്രവർത്തകനും നേതാവുമാണ് എന്നുള്ള ആക്ഷേപമാണ് ഇവർ ഉയർത്തുന്നത്. ഔപചാരികമായി പരാതി കൊടുത്തതുപോലെ തന്നെ അവർ ഇതിനുള്ള കൃത്യമായ തെളിവുകളും പാർട്ടിക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ആദ്യമായി ഈ പരാതിയിൽ പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള അഫ്സൽ പ്ലാമൂട്ടിലാണ് ഈ പരാതി KPCC പ്രസിഡന്റിന് നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത്, ബഹുമാനപ്പെട്ട സാർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിൻ്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി യു ഷൈജു എന്ന വ്യക്തിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധവും പരാതിയും രേഖപ്പെടുത്തുകയാണ്. യു ഷൈജു വെൽഫെയർ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണെന്നും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കായംകുളം മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണെന്നും വ്യാപകമായി അറിയപ്പെടുന്ന കാര്യമാണ്. ഇതൊരു ആരോപണമല്ല, ഇതൊരു അറിയപ്പെടുന്ന കാര്യമാണെന്ന് തന്നെ കൃത്യമായി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരമൊരു വ്യക്തിയെ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയുടെ സ്റ്റാഫിൽ നിയമിച്ചത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ കടുത്ത അതൃപ്തിക്കും പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. വർഷങ്ങളായി കോൺഗ്രസ് പ്രസ്ഥാനത്തിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അവഗണിച്ച് കോൺഗ്രസിനെതിരെ പ്രവർത്തിച്ച വ്യക്തിക്ക് ഇത്തരമൊരു സുപ്രധാന പദവി നൽകിയത് സംഘടനയുടെ അടിത്തറയിലുള്ള പ്രവർത്തകരുടെ മനോവീര്യത്തെ ദോഷകരമായി ബാധിക്കുന്ന നടപടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആയതിനാൽ പ്രസ്തുത നിയമനം സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തുകയും പാർട്ടിയുടെ താൽപ്പര്യങ്ങളും പ്രവർത്തകരുടെ വികാരങ്ങളും സംരക്ഷിക്കുന്നതിനായി നിയമനം പുനഃപരിശോധിച്ച് ആവശ്യകരമായ നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. വിശ്വസ്തയോടെ അഫ്സൽ പ്ലാമൂട്ടിൽ. അതായത് ഈ നിയമനം റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഇവിടെ കൃത്യമായി ഉന്നയിക്കുന്നത്. ഇതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പര്യടനവുമായി കടന്നു വരുമ്പോൾ അനൗൺസ്മെൻറ്റ് വാഹനത്തിലിരുന്നു കൊണ്ട് യു ഷൈജു അനൗൺസ്മെൻറ്റ് നടത്തുന്ന ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമ്മതിദാനാവകാശം 100% വിജയം കണ്ടതിന്റെ ആഹ്ലാദം പങ്കിട്ട് നിങ്ങളോട് നന്ദി പറയാൻ, നിങ്ങളെ ഒരു നോക്ക് കണ്ട നിങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങാൻ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് ഇതിനോടകം യു ഷൈജു എന്ന വെൽഫെയർ പാർട്ടിയുടെ നേതാവിനെ, കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിനെതിരെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച നേതാവിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുത്തതിൻ്റെ നിയമന ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത് 16/6/2026 2 ആളുകളെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരായി നിയമിച്ചിരിക്കുന്നത്. അതിൽ രണ്ടാമതായിട്ടാണ് യു ഷൈജുവിൻ്റെ പേര് വന്നിരിക്കുന്നത്. യു ഷൈജു കടകശ്ശേരിയിൽ, കായംകുളം, ആലപ്പുഴ എന്നാണ് വന്നിരിക്കുന്നത്. ഇത് കൃത്യമായി ആരുടെയോ താല്പര്യപ്രകാരം റോജി എം ജോണിൻ്റെ സ്റ്റാഫിൽ ഇയാൾക്ക് ഇടം നൽകിയിരിക്കുന്നതാണ്. കാരണം കായംകുളം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ്,
റോജി എം ജോൺ എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശത്തുള്ള തൃശ്ശൂരുമായി അതിർത്തി പങ്കിടുന്ന അങ്കമാലി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യത്തിൻ്റെ പേരിലാവില്ല ഇത്തരമൊരു നേതാവിനെ തീവ്ര നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വക്താവിനെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് ആരുടെയെങ്കിലും കർശനമായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായതാണെങ്കിലും ആശാസ്യകരമായിട്ടുള്ള ഒരു നടപടിയല്ല. ഈ നടപടി അടിയന്തരമായി പുനഃപരിശോധിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം റോജി എം ജോണിനെന്ന മന്ത്രിയോട് ആവശ്യപ്പെടേണ്ടതാണ്. അദ്ദേഹം അതിൽ തിരുത്തൽ വരുത്തേണ്ടതാണ്. കാരണം വർഗീയ ശക്തികൾ, തീവ്രവർഗീയ നിലപാടുള്ളവർ മന്ത്രിമാരുടെ ഓഫീസിൽ കൂടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി കയറിപ്പറ്റി അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഇടം പിടിച്ചാൽ തുടർച്ചയായ വിവാദങ്ങളിലേക്ക് ഈ UDF മന്ത്രിസഭയെ നയിക്കുവാൻ അത് ഇടവരുത്തും. ഈ മന്ത്രിസഭയുടെ ശോഭ കെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വഴിവെക്കും. തീർച്ചയായും ഇതര സമുദായക്കാരെ UDFനെതിരാക്കുവാനായി ഇത്തരം നിയമനങ്ങൾ സഹായകരമാകും എന്ന രാഷ്ട്രീയ ബോധ്യവും കോൺഗ്രസ് നേതൃത്വത്തിനും സർക്കാരിന് നേതൃത്വം നൽകുന്നവർക്കും ഓരോ മന്ത്രിമാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു നടപടി കോൺഗ്രസ് മന്ത്രിയും തിരുത്തുമെന്ന പ്രത്യാശയോടുകൂടി തന്നെയാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.